അനൂപ് മേനോൻ, ക്ഷേമ, ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ ഇവരുടെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത്. അനൂപ് മേനോൻ ഒരു ക്ഷേമ എന്ന് പറഞ്ഞാൽ ഒരു വിധവയാണ്, ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്. ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു. പ്രേമമായിരുന്നു. ഇതിൻ്റെ ക്ഷേമയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടതകൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, വലിയൊരു പ്ലാന്ററുടെ മകളായിരുന്നു ക്ഷേമ. അപ്പോൾ ഈ അച്ഛനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അറ്റാക്ക് വന്ന് മരിച്ചു. അതുപോലെ തന്നെ അമ്മ ക്യാൻസർ രോഗിയായിരുന്നു. അങ്ങനെ അമ്മ ക്യാൻസർ രോഗിയായിട്ട് അമ്മയും മരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭർത്താവും മരിച്ചു. അപ്പം അങ്ങനെ ജീവിതത്തിലെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിധവ ആയി മാറി. അങ്ങനെയാണ് നമ്മുടെ അനൂപ് മേനോനായിട്ട് പരിചയപ്പെടുന്നത്. ഇവർ 4-5 കൊല്ലം ഫ്രണ്ട്സായിരുന്നു എന്നാണ് പറയണത്. പക്ഷെ അവർ പ്രേമത്തിലായിരുന്നു, അതാണ് സത്യം. അനൂപ് മേനോൻ പറഞ്ഞത് എന്താണ്, ഞങ്ങൾ ഫ്രണ്ട്സാണ്. ക്ഷേമയുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങളും അത് ആ ക്ഷേമ കൈകാര്യം ചെയ്ത രീതിയും, ഒരു ക്രിസ്ത്യൻ കുടുംബമാണ് ക്ഷേമയുടെ, കൈകാര്യം ചെയ്ത രീതിയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ബഹുമാനം തോന്നി. അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയുന്നത്. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വിവാഹ വാർഷികമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് വിവാഹ വാർഷികം അനൂപ് മേനോൻ ക്ഷേമയ്ക്ക് നടന്നിരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ 8 കൊല്ലമായി വിവാഹം കഴിച്ചിട്ട്, 8ാമത്തെ വാർഷികമാണ്. 2014 ഡിസംബർ 27 ഇവർ രജിസ്റ്റർ വിവാഹം കഴിച്ചത്. അപ്പോൾ അന്ന് കല്യാണത്തിന് മമ്മൂട്ടി, മോഹൻലാൽ ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ അനൂപ് മേനോൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വക്കീലാണ്, നിയമ വിദ്യാർത്ഥിയാണ്. ആളുടെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലുശ്ശേരി, കോഴിക്കോടാണ്. അപ്പോൾ അങ്ങനെ ശരിക്കും നമ്മൾ അനൂപ് മേനോനെ കാണുന്നത് നമ്മൾ കൈരളി ചാനലിലെ ഒരു പ്രഭാത പരിപാടിയുണ്ട്, അതിലാണ് അനൂപ് മേനോനെ കാണുന്നത്. അപ്പോൾ നമ്മളത് ഞാൻ ആദ്യം കാണാറുണ്ട്. കാണുമ്പോൾ തന്നെ വിചാരിക്കും എന്ത് ഭംഗി അദ്ദേഹത്തിനെ കാണാനായിട്ട്, നല്ല സൗന്ദര്യം, ഇദ്ദേഹത്തിനൊക്കെ സിനിമയിൽ പൊക്കൂടെ എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വിനയൻ്റെ പടത്തിൽ മൂപ്പര് വരുന്നത്. കാട്ടുചെമ്പകം എന്ന് പറഞ്ഞൊരു പടത്തിലാണ് അനൂപ് മേനോൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പടം വലിയ മെച്ചമൊന്നും ആയില്ല, പക്ഷേ അനൂപ് മേനോൻ അതൊരു ബ്രേക്കായി. അനൂപ് മേനോൻ നന്നായിട്ട് കഥ എഴുതും, അതുപോലെ തന്നെ നന്നായി 1-2 പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, നന്നായി അഭിനയിക്കും. ശരിക്കും പറഞ്ഞൊരു സകലകലാ വല്ലഭനാണ്. അപ്പോൾ അത്രയും ഒരു കഴിവുള്ളൊരു വ്യക്തിയാണ് അനൂപ് മേനോൻ. അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫീൽഡിലൊന്നും ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത നല്ലൊരു സ്വഭാവത്തിനുടമയാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ക്ഷേമയുടെ ഈ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേമേനെ, ഒരു വിധവേനെ കല്യാണം കഴിച്ചത്. അന്നത്തെ കാലത്ത് എല്ലാവരും ചോദിച്ചു, ഇത്രയും സുന്ദരനായ, ഇത്രയും ഫീൽഡിൽ അറിയപ്പെടുന്ന ഈ അനൂപ് മേനോൻ എന്തിനാണ് ഈ വിധവേനെ സ്നേഹിച്ചത്, എന്തിനാണ് കല്യാണം കഴിച്ചത്? അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ അനൂപ് മേനോൻ വേറൊരു സിനിമാ ഫീൽഡിലുള്ളവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കല്യാണം കഴിച്ചെങ്കിൽ ചിലപ്പോൾ ഈ ബന്ധം ഇത്രയും നിലനിൽക്കില്ല. അതായിരിക്കാം ചിലപ്പോൾ. അത് ഓരോരുത്തർക്കും ഓരോ ആൾക്കാരെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിയൊക്കെ നമ്മളവിടെ ചെല്ലും. അഥവാ അതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്തോ അത് വഴിയാധാരാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയണത്, ഇത് ഒരു ദൈവം ഇവരെ കൂട്ടിച്ചേർത്താൻ വെച്ചതാണ്. അപ്പോൾ അതാ കൂട്ടിച്ചേർന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ ക്ഷേമയുടെയൊക്കെ അന്നൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഇപ്പോൾ വലുതായി, നല്ല സുന്ദരിയായ മോളായി. അതുപോലെ തന്നെ ക്ഷേമേനെ കണ്ടു കഴിഞ്ഞാലും മേക്കപ്പ് ഒന്നും വേണ്ട, അല്ലാണ്ട് തന്നെ അതിസുന്ദരിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുന്ദരനും സുന്ദരിയും. മുൻ ഭർത്താവിലുള്ളതാണ് ഈ പെൺകുട്ടി. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് 22 വയസ്സുണ്ടായിട്ടുണ്ട്. അപ്പോൾ മുൻ ഭർത്താവിലുള്ള ആ പെൺകുട്ടീനെ സ്വന്തം മോളായിട്ട് ഇത്രയും മനോഹരമായിട്ട് അവർ 8 കൊല്ലം ജീവിച്ചു. അത് അനൂപ് മേനോൻ്റെ നല്ല മനസ്സ്, നമ്മുടെ ഈ ക്ഷേമയുടെയും നല്ല മനസ്സ്, അതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. അല്ലാണ്ട് ഇതിൽ വേറെ ഒരു ക്ഷേമ വയസ്സിന് മൂത്താന്ന് പറയുന്നുണ്ട്, അതൊന്നും ഒരു വയസ്സൊക്കെ ഒരു നമ്പർ മാത്രമാണ്, അതിലൊന്നും ഒരു കാര്യമില്ല. കുടുംബം അവരെങ്ങനെ സന്തോഷമായി ജീവിക്കുന്നു, ആ കുടുംബത്തിൽ എങ്ങനെ നല്ല ഐശ്വര്യം ഉണ്ടാവുന്നു, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു, അതൊക്കെയാണ് നോക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ പ്രായമോ കുറവോ കൂടുതലോ, അല്ലെങ്കിൽ ഒരു വിധവയാണ്, ഒരു വിധവയ്ക്ക് ഒരു പെൺകുട്ടി ഉണ്ട്, ആ പെൺകുട്ടീനും കൂടി ഏറ്റെടുക്കേണ്ട കാര്യം എന്താണ്? അനൂപന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പെൺകുട്ടീനെ വേറെ കല്യാണം കഴിക്കാറുന്നില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയ ചോദിച്ചു അന്നത്തെ കാലത്ത്. പക്ഷേ ഇപ്പം നമുക്ക് മനസ്സിലാക്കാം, ഇവരെ സ്നേഹം, ഇവരെ ഒത്തൊരുമ, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതം വളരെ സന്തോഷമായിട്ടാണ് പോകുന്നത്. ഇവരുടെ ജീവിതം അങ്ങനെ പോട്ടെ, അതല്ല നല്ലത്. അപ്പോൾ
നമ്മൾ ഈ ഡിസംബർ 27 ഇവരെ വിവാഹ വാർഷികം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ നമ്മളെല്ലാവരും സന്തോഷിക്കുക. നമുക്കിഷ്ടപ്പെട്ട അനൂപ് മേനോൻ, നമുക്ക് ക്ഷേമയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എന്നിരുന്നാലും അനൂപ് കൂടെ 8 കൊല്ലമായിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പം നമ്മൾ അവരെ വിവാഹ വാർഷികത്തിൻ്റെ എല്ലാവിധ ആശംസകളും നമ്മൾ നേരുന്നു സോഷ്യൽ മീഡിയയിൽ കൂടെ. അങ്ങനെ എത്രയോ ആൾക്കാർ കല്യാണം കഴിച്ച് 1 കൊല്ലം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോഴേക്കും ഡൈവോഴ്സ് ആവണം. ഇതൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഈ ബന്ധം ഇങ്ങനെ തന്നെ പോട്ടെ, വർഷങ്ങളോളം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് ഇവർക്കെല്ലാവർക്കും ആശംസകൾ നേരാം. നമുക്കെല്ലാവർക്കും നമ്മുടെ അനൂപ് മേനോന്, അനൂപിൻ്റെ ഭാര്യ ക്ഷേമ ജേക്കബിനും നമുക്ക് വിവാഹ വാർഷികം നമ്മൾ ആശംസിക്കും.